നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആടുജീവിതം കേരളത്തിൽ മാത്രമല്ല വിദേശത്തും കളക്ഷനിൽ വൻ കുതിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിലും ആദ്യത്തെ ആഴ്ച കളക്ഷനിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ആടുജീവിതം. കേരളത്തിന് പുറമെ ഓസ്ട്രേലിയയിലും ആദ്യ ആഴ്ചയിൽ കണക്കുകളിൽ ഒന്നാമത് പൃഥ്വിരാജ് നായകനായ ചിത്രം ആടുജീവിതം എന്നാണ്. ആടുജീവിതം ഓസ്ട്രേലിയയിൽ നേടിയിരിക്കുന്നത് 1.79 കോടി രൂപയാണ് എന്ന് ട്രേഡ് അനലിസ്റ്റുകളുടെ കളക്ഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ മലയാളത്തിന്റെ എക്കാലത്തെയും വിജയ ചിത്രമായി മഞ്ഞുമൽ ബോയ്സിനെയാണ് ആടുജീവിതം ഓസ്ട്രേലിയയിലെ കളക്ഷനിൽ മറികടന്നിരിക്കുന്നത് എന്നത് പ്രാധാന്യമർഹിക്കുന്നു. ആദ്യയാഴ്ച മഞ്ഞുമൽ ബോയ്സ് 1.38 കോടിയാണ് ഓസ്ട്രേലിയയിൽ നേടിയതെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് മരയ്ക്കാർ 0.92 കോടി നേടി മൂന്നാമതുമുണ്ട്. ഇതിനകം പൃഥ്വിരാജിന്റെ ആടുജീവിതം 60 കോടി ക്ലബിൽ എത്തിയിട്ടുമുണ്ട്. ആടുജീവിതം ആഗോളതലത്തിൽ പെട്ടെന്ന് 100 കോടി ക്ലബിൽ എത്തുമെന്നാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. വമ്പൻ ക്യാൻവാസിലെത്തിയിട്ടും ആടുജീവിതത്തിന് 82 കോടി രൂപയോളമാണ് ബജറ്റ് എന്നതും കൗതുകകരമായ ഒന്നാണ്. സംവിധായകൻ ബ്ലസ്സിയാണ് ബജറ്റ് വെളിപ്പെടുത്തിയത്. വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രീകരിച്ചിട്ടും പൃഥ്വിരാജ് ചിത്രം അത്ഭുതപ്പെടുത്തുന്ന ബജറ്റിലേക്ക് എത്താതിരുന്ന സാഹചര്യത്തിൽ കളക്ഷനിൽ നിന്ന് വമ്പൻ ലാഭമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജിന് മലയാളത്തിന്റെ മേൽവിലാസമാകാനാകുന്ന വിജയമാണ് ചിത്രം സമ്മാനിക്കുന്നതെന്നും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കുകയായിരുന്നു ബ്ലസ്സി. നജീബായി പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയിൽ വേഷമിട്ടു. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു പൃഥ്വിരാജിൻ്റേതെന്നാണ് റിപ്പോർട്ട്.